പമ്പ തുറന്ന് പറമ്പിൽ കയറ്റി, മൂഴിയാൽ തുറന്ന് മുക്കിക്കൊന്നു, കക്കി തുറന്ന് കക്ഷത്തിലാക്കി, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെരുവിലാക്കി കളഞ്ഞു, എല്ലാം പെരുവഴിയിലാക്കി. അവസാനം കരണ്ടിന് ഇല്ലാതെ വന്നു. ഡാമിൽ മുഴുവൻ മണലടിക്കും. ആ മണൽ വിറ്റില്ല, കോടിക്കണക്കിന് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? കരണ്ട് അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കരണ്ടിന്റെ ചാർജ്, അല്ലേ? അപ്പൊ കരണ്ട് ചാർജ് കൂട്ടുന്നു, കരം കൂട്ടുന്നു, ഭൂമിയുടെ നികുതി കൂട്ടുന്നു, ആധാരം പോക്കുവരവ് ചെയ്യുമ്പോൾ അതിന് പൈസ കൂട്ടുന്നു. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള സാധാരണപ്പെട്ടവരുടെ തലയിൽ ഇടുത്തി വീഴ്ത്തുന്ന പദ്ധതികളല്ലേ ഇവിടുത്തെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ആ സമയത്താണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതികൾ, ഈ കഴിഞ്ഞ ദിവസം കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വെച്ച് വന്നിരിക്കുന്നു കർഷകർക്ക് വേണ്ടി. ഇങ്ങനെ ദൈനംദിനമായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന പദ്ധതിയുമായി വിപുലമായ പരിപാടികളുമായി നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ട് പോകുമ്പോ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ ഈ രാജ്യത്തെ സമസ്ത മേഖലയിലും പുറകോട്ടടിക്കുകയാണ്. നരേന്ദ്രമോദി നമ്മുടെ കാഞ്ഞിരപ്പള്ളി മത്സരിക്കുന്ന ശ്രീമാൻ ജോർജ് കുര്യൻ അവர்கள் തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. എത്രയോ കോടി രൂപ, കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് സംഭാവന നൽകി. അപ്പോഴാണ് നമ്മുടെ പിണറായി വിജയന്റെ സർക്കാർ 10 വർഷം ഭരിക്കുന്നു. ഈയിടെ ഒരു ചാനൽ ചർച്ച ഒരുത്തം പറഞ്ഞു കേട്ടു, ഞങ്ങള് 60 കോടി രൂപയുടെ കല്ല് കെട്ടിയെന്ന്. ഇപ്പൊ ജോബ് സാറ് ഇവിടെ കിഷോറിയാട്ടൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്, ബിജെപിയുടെ നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ ഹരിപ്പാടുള്ള കിഷോറിയാട്ടം വർഗീസ് വൈദ്യന്റെ കാലം മുതൽ കല്ലിടാൻ തുടങ്ങിയതാ, അല്ലെ? ഈ ആലപ്പുഴയിൽ വർഗീസ് വൈദ്യന്റെ കാലം മുതൽ കല്ലിടാൻ തുടങ്ങി. ഇന്നും കല്ലിട്ട്, ഇടതുപക്ഷം വന്നു കല്ലിട്ടു, വലതുപക്ഷം വന്നു കല്ലിട്ടു, കല്ലിട്ട് നാട്ടുകാർക്ക് കിഡ്നി സ്റ്റോൺ വന്നതല്ലാതെ കടപ്പുറത്തൊരു കല്ലും ഇന്ന് കാണുന്നില്ല. പക്ഷെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ചെയ്തൊരു പണിയുണ്ട്. 50,000 60,000 കോടിക്കണക്കിലൂടെ കരിമണൽ കൊണ്ടുപോവുകയാണ് ഈ കേരളത്തിൽ തീരദേശ മേഖലയിൽ. ഈ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളി, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന. ഓഖി ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻജി വന്ന് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം കൊടുത്തു. അതിന്റെ പേരിൽ നിരവധി ആനുകൂല്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ നടത്തി. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതും നമ്മുടെ നരേന്ദ്രമോദി സർക്കാരല്ലേ. ആ മത്സ്യത്തൊഴിലാളികൾ മേഖലയ്ക്ക് വേണ്ടി സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങി, സഹകരണ സംഘങ്ങൾ തുടങ്ങാനൊക്കെ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നപ്പോ അതൊക്കെ വേണ്ട നടപ്പിൽ തന്നെ എങ്ങനെ തടയിടാമെന്നുള്ളതാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ശ്രമം. അതുകൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇരട്ട എഞ്ചിൻ ആ സർക്കാർ കേരളത്തിലുണ്ടായേ മതിയാവും. ആ സർക്കാർ കേരളത്തിൽ വന്നാൽ അതിവേഗം നമ്മുടെ നാട് മുൻപോട്ട് പോകും. ഈ നാഷകയെ വികസിച്ചതുപോലെ, ജലമിഷൻ പദ്ധതികൾ പോലെ ഈ രാജ്യത്തെ എല്ലാവർക്കും കുടിവെള്ളവും പാർപ്പിടവും എല്ലാത്തുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ശൗചാലയം കൊടുക്കുന്ന പരിപാടികൾ, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഈ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രതിനിധികളായിട്ടാണ് കേരളത്തിൽ ഈ 140 മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരെ വിജയിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്, കേരളത്തിന്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്ന് സെക്രട്ടേറിയറ്റിൽ പാടി ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും കോൺഗ്രസുകാരനും ഇനി ഈ കാലം കേരളം ഭരിച്ചാൽ ഇവിടെ വരുന്നൊരു തലമുറയ്ക്ക് ഇനി ഇവിടെ വസിക്കാൻ സാധ്യമല്ല. ഈ മണ്ണത്രയ്ക്ക് മാരകമാക്കി കളഞ്ഞു ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും. കാർഷിക മേഖല തരിപ്പണമാക്കി, കാർഷിക മേഖല തരിപ്പണമാക്കി. കർഷകന്റെ കണ്ണുനീര് വീണിരിക്കുന്നു. കൊയ്തെടുത്ത നെല്ലെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക്. കൊയ്തതിന് പണം കൊടുക്കുന്നില്ല. അഥവാ മില്ലുകാരുണ്ടെങ്കിൽ അവൻ മില്ലുകാരൻ 1-ാം തരം നെല്ല് വിദേശത്തേക്ക് അയച്ചുമതി, 2-ാം തരം നെല്ല് നാട്ടിൽ കൊടുക്കും, 3-ാം തരം നെല്ല് നിങ്ങൾക്ക് എനിക്ക് തരും റേഷൻ കട വഴി. 1-ാം തരം നെല്ല് അരികുത്തി ഇവിടെ റേഷൻ കടയിൽ കൊടുക്കേണ്ടത് കേരള സർക്കാർ. മില്ലുടമകൾക്ക് അനുകൂലമായി നടക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തരുന്നത് അത് പുഴുക്കലരിയാണ്. 1/4 കിലോ പുഴുവും 1/2 കിലോ കല്ലും 1/4 കിലോ അരിയും തന്ന പുഴുക്കലരി ഈ പിണറായി നമ്മളെ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ. അതാണ് പരിമലക്കാരൻ ബോർഡ് വെക്കുന്നത്, അതാണ് അമൃതാനന്ദമയി ആശുപത്രിക്കാരൻ ബോർഡ് വെക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വന്നോളെ, ഏത് ആശുപത്രിയിലേക്ക്. മാരക രോഗികളായി കേരളത്തിലെ ആളുകൾ മാറിയിരിക്കുന്നു. അപ്പൊ രോഗികളുടെ നാടായി കേരളത്തെ മാറിയിരിക്കുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമല്ല. കാർഷിക മേഖലയെ തകർക്കുന്നു, വ്യവസായ മേഖലയെ തകർക്കുന്നു. നമ്മുടെ ഈ ചിത്തരഞ്ജനും ഇവിടുത്തെ നേതാക്കന്മാരുടെയൊക്കെ സമരങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടതാണ്, ഇല്ലേ? പൂട്ടിക്ക് ഞങ്ങൾ പൂട്ടിക്കും, കമ്പനിയാകെ പൂട്ടിക്കും. പൂട്ടിച്ചോടാവേ ഒരെണ്ണം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. ഒരെണ്ണം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അച്യുതാനന്ദൻ മരിച്ചല്ല, അച്യുതാനന്ദൻ സഖാവ് മരിച്ചുപോയി. നമ്മുടെ നെടുമുടിയിൽ പാലത്തിന്റെ ഇറക്കുന്നിടത്തിന് മീൻ വളർത്തിയാണ് പാവപ്പെട്ടു. അവിടെ അച്യുതാനന്ദന് വെട്ടിനിരന്തര സമരം തുടങ്ങിയത് എന്റെ നാട്ടിൽ കുട്ടനാട്ടിൽ നിന്നാണ്. അതോടുകൂടി
അതോടുകൂടി വെട്ടിനിരുത്ത സമരം വന്ന് സഖാക്കൾക്കെല്ലാം നല്ല ചാകരയായിരുന്നു. എന്താ സംഭവം? എവിടെങ്കിലും ഒരു ശകലം പൂഴി മണ്ണ് കണ്ടാൽ അവിടെ കൊടി കുത്തി സമരം. 25,000-50 ലക്ഷങ്ങളായി കയറിക്കുന്നു. ആ മത്സ്യമേഖല തകർത്തു, കാർഷിക മേഖല തകർത്തു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് പൂട്ടിക്ക് ഞങ്ങൾ പൂട്ടിക്കും, കമ്പനിയാകെ പൂട്ടിക്കും, മുഴുവൻ പൂട്ടിച്ചു കളഞ്ഞു. ഇവിടെ ഏറ്റുമാനൂർ മത്സരിക്കുന്ന VN വാസവൻ വലിയ മുതലാളിയാണ്. ഈ വേമ്പനാട്ടുകായലിലെ കക്ക മുഴുവൻ കയറ്റിക്കൊണ്ട് പോകുവാനും ആളുകൾ, പാവപ്പെട്ട കക്കാവാരുന്ന തൊഴിലാളികൾ മുഖം മേലൊക്കെയുള്ള ആ കക്ക മുഴുവൻ കൊണ്ടുവന്ന ആ റാണിക്കായൽ, ചിത്രക്കായലിന്റെ അടിത്തൊട്ട് മുഴുവൻ മാന്തിയെടുത്ത് കക്ക അത് മുഴുവൻ തകർന്നു. നാട്ടക സിമെന്റ് ഫാക്ടറി നശിപ്പിച്ചു. അവിടെ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്നു, പുതുപ്പള്ളി മണ്ഡലമായിരുന്ന ചിങ്ങമലത്ത് ഇലക്ട്രോ കെമിക്കൽസ് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. കേവലം 2 കോടി രൂപയുടെ കറണ്ട് ചാർജ് കുടിശ്ശികയുടെ പേരിൽ ആ സ്ഥാപനത്തെ പൂട്ടിപ്പിച്ചു. ഇപ്പൊ ആർക്കും അവിടെ തൊഴിൽ എക്സൽ ഗ്ലാസ് ഹൗസ് പൂട്ടിയതുപോലെ തന്നെ ചിങ്ങമല ഇലക്ട്രോ കെമിക്കൽസ് പൂട്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇക്കാര്യം ഇടതുപക്ഷം പറയുന്നത് ശരിയാണ്. പൂട്ടിക്കും, ഞങ്ങൾ പൂട്ടിക്കും, കമ്പനിയാകെ പൂട്ടിക്കും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, പിണറായിയുടെയും ഗോവിന്ദന്റെയും ഉള്ള കമ്പനി നമ്മൾ പൂട്ടിച്ചേ അടങ്ങുള്ളൂ. പിണറായി വിജയനും ഗോവിന്ദനും അടങ്ങുന്ന ഇവരുടെ ഇക്കരക്ക് കമ്പനി പൂട്ടിച്ചുകൊണ്ട് ഇവര് പിണറായിയിലെ പാറപ്പുറത്ത് തുടങ്ങിയ പ്രസ്ഥാനത്തെ അവിടെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഇതിന്റെ ചരമഗീതം പാടാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ ത്രിശങ്കുമെന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി വരുമ്പോൾ ആ ഭാരതീയ ജനതാ പാർട്ടി ധാരാളം ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ കടന്നു വന്ന് നമുക്ക് പുതിയൊരു ചിന്ത തുടങ്ങി. നമുക്ക് ഇപ്പൊ ചോദിക്കുന്നത് എങ്ങനെ BJP ഭരിക്കുമെന്ന്. ഒരൊറ്റയോളെ ഉണ്ടായിരുന്നുള്ളൂ മണിപ്പൂരിൽ. ഇന്ന് BJPയുടെ സർക്കാരാണ് അവിടെ. ഗോവയിൽ അതുപോലായിരുന്നു, നാഗാലാൻഡിൽ അതുപോലായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ 234 കത്തോലിക്ക MLA-മാർ ഇന്ന് ഇന്ത്യയിൽ BJPക്കാണുള്ളത്. നാഗാലാൻഡിലും മണിപ്പൂരിലും ഗോവയിലും ഒക്കെ BJPക്ക് സർക്കാർ ഉണ്ടാക്കാമെങ്കിൽ 47-ലധികം NDA MLA-മാർ ഇവിടെ വരികയാണെങ്കിൽ 10-30 ആളുകൾ നമ്മുടെ കൂടെ വരുന്ന ഒന്ന് ചുമ്മാ ഒന്ന് വിളിച്ചാൽ അവർ പോരുന്നോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പോരും. CPM-കാർ പറയുന്നതാണ്, ഞങ്ങൾ വന്നും പോകത്തില്ലെന്നാ പറഞ്ഞത്. മുകുന്ദൻ മൂന്ന്, രാമൻ മൂന്ന്, സുധാകരനെ ഒന്ന് മൂളിയാൽ മതിയാ നമ്മുടെ ആളുകളുടെ മൂളുന്നതിന് ചില പരാജയപ്പെട്ടുകൊണ്ടാണ്. ഒന്ന് നീട്ടി മൂളിയിരുന്നെങ്കിൽ G. സുധാകരൻ ഈ ദേശീയധാരയിലേക്ക് വന്നേനെ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെ ലോകത്തിന്റെ നിറകയിൽ ഈ രാജ്യത്ത് ഈ കേരളത്തെ ലോകശ്രദ്ധയിലേക്ക് നേടണം. കേരള ലോകശ്രദ്ധയെ നേടിയത് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാവരും മലയാളികളും കൂടെ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ലോകശ്രദ്ധയെ ആകർഷിച്ച് ശബരിമല ഭഗവാന്റെ ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റി, അങ്ങനെ ശബരിമല മുഴുവൻ കൊള്ളയടിച്ചു ഒക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ കേരളത്തെ ഏറ്റവും നല്ല ആരോഗ്യ ഉള്ള സംസ്ഥാനമാക്കി മാറ്റി, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ഉള്ള ആളുകളാക്കി മാറ്റി. ഈ രാജ്യം ഉയർന്നു വരണം. ഈ കേരളത്തെ ഉയർത്താൻ നരേന്ദ്രമോദി സർക്കാർ വന്നാൽ മാത്രമേ സാധ്യമുള്ളൂ. ഇന്ന് അവിടെ നിരവധി ആളുകൾ സംസാരിക്കാം. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടുപോകുന്നു. അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്നത് ഇവിടെ പുതിയ വ്യവസായങ്ങളും ഇവിടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതികളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ നാടിനെ നമുക്ക് മാറ്റിമറിക്കണം. ഗുജറാത്ത് എത്രയോ 20-25 വർഷം ഗുജറാത്ത് വളരെ മോശമായിരുന്നു. ആ ഗുജറാത്തിൽ പോയി ആളുകൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ആളുകൾ വിദേശത്തെ രാജ്യങ്ങളിൽ പോയി ആ വിദേശ രാജ്യങ്ങളിൽ പണം സമ്പാദിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഗുജറാത്ത് എത്രയോ മനോഹരമായിരുന്നു. നമ്മുടെ പ്രതിമ ഉണ്ടല്ലോ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉള്ള സ്ഥലത്തേക്ക് നമ്മളെല്ലാവരുടെ ഈ ചെറിയ ഇരുമ്പും പദ്ധതികളൊക്കെ കളക്ട് വരും മണ്ണുള്ളൂ. അന്ന് എനിക്ക് ഈ ജില്ലയുടെ ചാർജ് എനിക്കായിരുന്നു. അന്ന് എന്നോട് പല ആളുകൾ ചോദിച്ചു, ഞാൻ വിചാരിച്ചതിനാ ഈ രാജ്യത്തെ മുഴുവൻ പുറത്ത് കൊണ്ടുപോകും. ഞാൻ അവിടെ 4-5 ദിവസം സുഖമായിട്ട് സർക്കാരിന്റെ സൗജന്യത്തിൽ എനിക്ക് താമസിക്കാൻ അവസരം കിട്ടി. എത്രയെത്ര ആളുകൾ വരുന്നു, എത്രയെത്ര ആളുകൾ, 10,000-കണക്കിന് ആളുകൾക്ക് അവിടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കോടിക്കണക്കിന് വികസനം ആ നാട്ടിൽ നടക്കുന്നു. ആ പ്രതിമയെ എതിർത്ത ആളുകൾ ഇന്ന് ആ രാജ്യം ഗുജറാത്ത് ഏതൊക്കെ മേഖലയിൽ മുൻപോട്ട് പോകുന്നു. അതുപോലെ ഗുജറാത്ത് മോഡൽ വികസനം ഈ കേരളത്തിൽ വരാൻ NDA വന്നാൽ മാത്രമേ സാധ്യമാകൂ. അല്ലാതെ ഈ നാടിനെ നശിപ്പിക്കുന്ന, ഈ നാടിനെ തകർക്കുന്ന ഈ 2 മുന്നണികളെയും നമ്മളെ മൂലക്കിരുത്തിക്കൊണ്ട് ഈ മുന്നോട്ട് പോകണമെങ്കിൽ ശ്രീമാൻ MJ ജോബിനെ പോലെ പരിചയ സമ്പന്നരായ ഈ നാടിനെ അറിയാവുന്ന ആളുകൾ മത്സരിച്ചാലേ മാത്രമേ വരുള്ളൂ. അല്ലാതെ ഗോവിന്ദനും കുടുംബത്തിനും വളരാൻ വേണ്ടി, പിണറായിക്കും കമലടത്തിക്കും മരുമകനും വളരാൻ വേണ്ടി അവർ കോശാന പാടുന്ന LDF-നെ അല്ല ഈ നാടിന് ആവശ്യം. ഈ നാട്ടിലെ ഏതായാലും തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു. MJ ജോബ് എന്ന BJP സ്ഥാനാർത്ഥി ഈ മണ്ണിൽ നിന്ന് വിജയിച്ചാൽ ധാരാളം വികസന പദ്ധതികൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. തീരദേശ മേഖലയിൽ നിരവധി കമ്പനികൾ തുടങ്ങാൻ നമുക്ക് സാധിക്കും. മത്സ്യത്തൊഴിലാളി എക്സ്പോർട്ടിംഗ് ധാരാളം. ഇത് കൊച്ചിയിലാണ്. ഇവിടുന്നുള്ള മത്സ്യം, ചെമ്മീനും എല്ലാം കയറ്റിക്കൊണ്ടുവന്ന് കൊച്ചിയിലാണ്. ഈ ആലപ്പുഴയിൽ, ഈ മാരാരിക്കുളത്തും ഒക്കെ തുടങ്ങാൻ വേണ്ടി പറ്റും.
അങ്ങനെ നിരവധി ചെറുകിട കമ്പനികൾ ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികൾ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനെ നമ്മുടെ ആള് ജയിച്ചു വന്നാൽ സാധിക്കും. അപ്പൊ ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ഞാൻ ചെറിയ കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. നമുക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച കണക്ക് നിങ്ങളത് പരിശോധിക്കണം. നമുക്ക് ഏതാനും വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇപ്രാവശ്യം ധാരാളം മേഖലയിൽ, നിശബ്ദമായ മേഖലയിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം തീരദേശ മേഖലയിൽ KC വേണുഗോപാലിന് പോയ വോട്ടുകൾ ഒന്നടങ്കം നമ്മുടെ BJP-യിലേക്ക് വരും. ആ വോട്ടുകൾ സമാഹരിച്ചാൽ ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി സാധിക്കും. ആ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ വീടുകരി നാടാക്രമിക്കാമെന്ന് പോലെ ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ ചെല്ലിയാ പോരായിരുന്നു, തിരിച്ചു കിട്ടിയ കവടം മടൽ വെച്ച് അടിക്കണമായിരുന്നു. ഇപ്പോൾ MJ ജോബ് വിജയിക്കും. നമ്മൾ നരേന്ദ്രമോദി ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ അധികാരത്തിൽ വരുമെന്ന് നമ്മൾ നാമം ചൊല്ലിയിരുന്നാൽ പോരാ, വന്ദേമാതരം വിളിച്ചാൽ പോരാ, വീട് വീടാന്തരം കയറി 3 പ്രാവശ്യം ഈ ആലപ്പുഴ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും 3 പ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരും കയറിയാൽ നമ്മുടെ സ്ഥാനാർത്ഥി MJ ജോബാണ് വികസനത്തിന് വോട്ട് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നാൽ 3 പ്രാവശ്യം ആലപ്പുഴ മണ്ഡലത്തിലെ വീടുകൾ ചെന്നാൽ 30,000-ൽ പല വോട്ടുകൾക്ക് ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ കൈകളിൽ വിജയിക്കാൻ സാധിക്കും. നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച്. നമ്മൾ എവിടെയൊക്കെ പിടിക്കണം വെച്ചാൽ അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ത്രിപുര പിടിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചില്ലേ? നിങ്ങൾ വിശ്വസിച്ചില്ലല്ലേ? നമ്മൾ ആരും വിശ്വസിച്ചില്ല. ത്രിപുര പിടിക്കണമെന്ന് ത്രിപുര പിടിച്ചു. പശ്ചിമ ബംഗാളിൽ പിടിച്ച് കെട്ടുമെന്ന് പറഞ്ഞ് കെട്ടാൻ പോവുകയാണ്. ആസാം പിടിക്കുമെന്ന് ആസാം പിടിച്ചില്ലേ? ഈ കേരളം പിടിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ആലപ്പുഴ പിടിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആലപ്പുഴ പിടിക്കണമെന്ന് തീരുമാനിച്ചത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. ഈ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിലെ 45,000 വീടുകൾ, ആ 45,000-നും 50,000 ഇടയ്ക്കുള്ള വീടുകളിൽ 3 പ്രാവശ്യം നിങ്ങൾ കയറി. നരേന്ദ്രമോദി പ്രതിയായി മത്സരിക്കുന്ന MJ ജോബിന് താമരയുടെ ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ വീട്ടമ്മമാരോട് പറഞ്ഞാൽ, നിങ്ങൾ കർഷകരോട് പറഞ്ഞാൽ, മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞാൽ, കശുവണ്ടി തൊഴിലാളി കയർ തൊഴിലാളികളോട് പറഞ്ഞാൽ അവർ പടപടാ വോട്ട് ചെയ്തൊരു 60-65 വോട്ട് MJ ജോബിനിട്ട് നിങ്ങൾ 65,000 വോട്ട് വാങ്ങിച്ചാൽ ബാക്കി നമ്മൾ കൊണ്ടുവന്നോളാം. അതിനുള്ള വോട്ട് ഇവിടെ കിടപ്പുണ്ട്. 65,000 വോട്ടിൽ കുറയാതെ MJ ജോബിന് വാങ്ങിപ്പിച്ചുകൊണ്ട് 5,000-നും 10,000-നും വോട്ടിൽ MJ ജോബിനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ സമഗ്രമായ ഒരു വികസനം നമുക്കിവിടെ നാട്ടിൽ ജനങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സടകുടഞ്ഞ് കേവലം ഏപ്രിൽ മാസം 9-ാം തീയതി വൈകുന്നേരം 6 മണി വരെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൈകോർത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊന്നായി മുന്നോട്ട് നീങ്ങണം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേമാതരം. തുടർന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ പരീഷ് സിദ്ധിയേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ നമ്മൾ നിശ്ചയിച്ചപ്പെട്ട നമ്മുടെ കൺവെൻഷൻ അല്പം വൈകാൻ കാരണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദാവൂദ് ജി പങ്കെടുത്തൊരു മീറ്റിംഗിൽ നമ്മുടെ ഉദ്ഘാടകയും അതോടൊപ്പം തന്നെ ഞങ്ങളും ഒക്കെ അതിനകത്ത് പങ്കെടുത്തിട്ട് വരുന്നത് കൊണ്ടാണ് അല്പം വൈകിയത്. എന്തായാലും ഓൺ ദി വേയിലാണ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഉദ്ഘാടകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് BDJS-ന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിയപ്പൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനനായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട MJ ജോബ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായിട്ടുള്ള NDAയുടെ നേതാക്കന്മാരെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, NDAയുടെ പ്രവർത്തകർ, എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം വെൽക്കം മാഡം ഭാരതി പവാർ, പ്രവീൺ പവാർ ജി. We are welcome to the city of Kayar, capital city of Kerala. We are once again welcome to Kayar, capital city of Kerala.
ഒരു നിറഞ്ഞ കൈയോടുകൂടി നമ്മുടെ മാഡത്തെ സ്വീകരിക്കുക. We already have completed his welcome speech. Once again, we welcome to our Dr. Bharati Praveen Pawarji, our inauguration person here reached here. We welcome to her to the city of Kerala. We are proud to announce that this is the only place where the Kayar city is going on, but we are very sorry to say that it is under acute distress now. So, ഞാൻ പറഞ്ഞത് കയർ സിറ്റിയുടെ കേരളത്തിന്റെ കയർ സിറ്റിയിലേക്കാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കയർ സിറ്റിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കിഴക്കിന്റെ വെനീസായ കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേരളത്തിന്റെ ഏറ്റവും സെന്ററായിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ വിപ്ലവ ഭൂമിയാണ്. ആലപ്പുഴ കയറിന്റെ നാടാണ്. ആലപ്പുഴ കർഷകരുടെ നാടാണ്. ആ ആലപ്പുഴയിൽ നിന്ന് കയറുണ്ടോ? ഇന്ത്യയിൽ കയർ വ്യവസായങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം ഉള്ളത് ആലപ്പുഴയിലാണ്. ഇവിടെ ഭരിച്ച ഇടത് വലത് കക്ഷികൾക്ക് ആലപ്പുഴയിലെ കയർ ഉൽപ്പന്നങ്ങളെ, കിഴക്കിന്റെ വെനീസ് എന്നവർ കൊട്ടിഘോഷിക്കുന്ന ആലപ്പുഴയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 70-75 വർഷക്കാലം അവർ ഗവേഷണം നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ചത് ഒരു കറുമ്പോളയും റാട്ടുമല്ലാതെ ഇവിടുത്തെ കയർ തൊഴിലാളികൾക്ക് അവരെന്ത് നേടിത്തന്നു? ഇവിടെയുള്ള കർഷകർക്ക് എന്ത് വാങ്ങിച്ചു തന്നു? കുട്ടനാടൻ കർഷകർ എന്ന് പറയുന്നത് സമരഭൂമിയിൽ നിന്ന് വിളയാടി വന്ന് വിപ്ലവ ഭൂമിയിലേക്ക് വന്ന കുട്ടനാടൻ കയർ തൊഴിലാളികളെയും അതുപോലെ തന്നെ കുട്ടനാടൻ നെൽകർഷകരെയും ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റ് മാനിച്ചു. ഇവിടെയുള്ള ഇടത് വലത് കക്ഷികൾ ചിന്തിച്ചോ? അവരൊക്കെ തൂത്തെറിഞ്ഞ്, കാരണം പട്ടിണിപ്പാവങ്ങൾ എന്നും പട്ടിണിപ്പാവങ്ങളായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയുള്ള കർഷകരെയും അതുപോലെ തന്നെ കയർ തൊഴിലാളികൾക്കും വേണ്ടതൊന്നും ചെയ്തില്ല. അവരെല്ലാം പാർട്ടിയുടെ കൊടികൾ പിടിച്ച് സാധാരണക്കാരന്റെ വിശപ്പുമായിട്ട് ഒട്ടിയ വയറുമായിട്ട് ആലപ്പുഴ ജില്ലയുടെ അങ്ങോളം ഇങ്ങോളം കിഴക്കിന്റെ വെനീസിൽ നടന്നപ്പോൾ ആ ആലപ്പുഴ ക്ഷയിച്ചു, നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനും ഒരു ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിൽ എത്രയോ മുഖ്യമന്ത്രിമാർ ആലപ്പുഴ ജില്ലയിൽ നിന്നുണ്ടായി. ഇപ്പോഴും ആലപ്പുഴയുടെ വികസനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2014 ശേഷമല്ലേ നിങ്ങൾ ഈ റബ്ബറൈസ് ചെയ്ത റോഡ് കണ്ടത്? അതിനു മുമ്പ് കുണ്ടും കുഴിയുമായി കിടന്ന ആലപ്പുഴയിൽ ആദ്യമായിട്ടല്ലേ നിങ്ങൾ റബ്ബറൈസ് ചെയ്ത റോഡ് കാണുന്നത്? അത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ കണ്ടത്? കിസാൻ സമ്മാൻ നിധി ആദ്യമായിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ അവരുടെ കൈകളിലേക്ക് എത്തിയത് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമല്ലേ? NHM നാഷണൽ ഹെൽത്ത് റൂറൽ മിഷനിലൂടെ ഇവിടെയുള്ള ആശുപത്രി സംവിധാനങ്ങളെല്ലാം അത്യാധുനിക സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലേ? ഇവിടെ ചോദ്യമുണ്ട്, LDF അല്ലാതെ പിന്നെ ആരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ കാര്യങ്ങളെല്ലാം നേരത്തെ എനിക്ക് മുൻപുള്ള പ്രാസംഗികൻ വിവരിച്ചതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ജനം മാറ്റത്തിന്റെ ചിന്തയിലാണ്. ആലപ്പുഴയും മാറുകയാണ്. ആലപ്പുഴ വിപ്ലവ ഭൂമിയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിർണായകമായ തേരോട്ടം നടത്തിയ ഒരു മണ്ണാണ്. അവിടെ എന്തുകൊണ്ട് മാറി എന്ന് ചിന്തിക്കണം. ഒരു കാലത്തും ആലപ്പുഴ കൈവിട്ടിട്ടില്ലാത്ത ഇടതുപക്ഷത്തെ ഈ പ്രാവശ്യം ഇടതുപക്ഷം കൈവിടുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല മകുടോദാഹരണങ്ങൾ ആ പാർട്ടിയിൽ നിന്നുള്ള കൊഴിച്ചിലിനെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള അണികളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇടതുപക്ഷം അത് ഇനി ഹൃദയപക്ഷമല്ല, അത് ചേർത്ത് നിർത്തേണ്ടതുമല്ല. നമ്മൾ അവിടെ നിന്ന് മാറണം. കാരണം വിശപ്പിന്റെ വിളിയുള്ളത് അവിടെ നിന്ന് ഇനി ഇത്രയും നാള് കേറിയിട്ടും ഇത്രയും നാള് പറഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ മാറേണ്ടതാണ്. മാറ്റം അനിവാര്യമാണ്. മുഴുവൻ ആൾക്കാരും NDAയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വികസനം എന്താണെന്ന് കേരളത്തിന് മനസ്സിലായ ഘട്ടത്തിൽ വിശപ്പിന്റെ വിളി മാറ്റി വികസനത്തിന്റെ പുഞ്ചിരിയോടുകൂടി ഒരു
പുതിയ ഒരു ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ആ ഇന്ത്യയുടെ ഒപ്പം ചേരുവാൻ ഇവിടെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ആഗ്രഹിച്ചു പോകും. ആ ആഗ്രഹം ഇവിടുത്തെ വിപ്ലവ അഭിവാദ്യങ്ങൾ നടത്തുന്ന പ്രവർത്തകർക്കും ഉണ്ടാവണം. അവരും NDAയിലേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഇത് മാറുകയാണ്, കേരളത്തിന്റെ അവസ്ഥ മാറുകയാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ മാറാത്തത്. ഇനി മാറും, അത് മാറ്റിയേ പറ്റുള്ളൂ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞുവെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റേണ്ട സാഹചര്യം അത് 2026 ആ ചട്ടങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയൊരു NDA സംവിധാനം നമുക്കറിയാം. നമ്മളെല്ലാം മാറ്റി നിർത്തിയിരുന്നു. എന്തുകൊണ്ടാണ്? NDA സംവിധാനം വന്നെടുത്തൊക്കെ വീണ്ടും 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 NDA വരുന്നുവെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള ആൾക്കാർ തിരിച്ചറിയുന്നു, അവിടെ വികസനം വരുന്നു, അവിടെ അഴിമതിയില്ലാത്ത ഭരണം വരുന്നു, അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ മനസ്സിലാക്കിയ ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തുവാൻ ശേഷിയും പ്രാപ്തിയും NDAയുടെ പ്രവർത്തകർക്കുണ്ട്, നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിലും ആ മാറ്റം വരികയാണ്. മാറി നിൽക്കേണ്ടതില്ല. എല്ലാവരും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മുഴുവൻ കോണുകളിലും എല്ലാ ദിക്കിലും എല്ലാ ദിശയിലും MJ ജോൺ സുപരിചിതനാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി നിങ്ങൾ ആലപ്പുഴയിൽ നിന്നും കിഴക്കിന്റെ വിനീസിൽ നിന്നും ഒരു തിലകക്കുറിയായിട്ട് നമുക്ക് അഭിമാനമായിട്ട് വിപ്ലവഭൂമിയിൽ നിന്നും ഇതാ മാറ്റത്തിന്റെ ചങ്കൊലിയായിട്ട് MJ ജോൺ അവരുകളെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ജയ് NDA. ഏറെ സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ പാർട്ടിയിലേക്ക് ഇന്നേ ദിവസം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തനത്തിൽ സജീവമാകുന്ന ആര്യാട് പഞ്ചായത്തിൽ നിന്നുള്ള ഷമീം സജിത്തിന് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് സാറേ മാഡം തന്നെ നമ്മുടെ മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഭാരതി പ്രവീൺ പവാർ സ്വീകരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ടാവാം. എൻ്റെ സ്ഥലം ആര്യാടാണ്. എൻ്റെ പേര് ഷമീം എന്നാണ്. ഞാൻ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു പാഷനാണ് ഇതിലേക്ക്
അതായത് ഈ സ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതായത് ഈ പാർട്ടിയോടും ഇതിനെ എന്നിലേക്ക് കൊണ്ടുവന്നവരോടും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഇനിയുള്ള അവസരങ്ങളിൽ നന്നായിട്ട് സംസാരിക്കാം. തൽക്കാലം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സജീവമായി ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മറ്റാരും അറിയുകയല്ലെന്ന് മാത്രം. ഇനി സജീവമായി പാർട്ടിയിൽ തുടരാനുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിനുവേണ്ടി മുന്നേറാനാണ് എൻ്റെ തീരുമാനം. ഷമീം സജിത്തിനെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം നമ്മുടെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഉദ്ഘാടന പരിപാടിയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ഷന്റെ ഇൻചാർജും വഹിക്കുന്ന ആദരണീയ ഭാരതി പ്രവീൺ പവാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം invite to the inauguration of the function. നമസ്കാരം. സുഖമാണോ? ലാസ്റ്റ് സുഖമാണോ? സുഖം. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, സുഖം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. On the dais, our candidate MJ Job, our Zilla President Binoy ji. വേദിയിലിരിക്കുന്ന ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിനോയ്, ഇന്ത്യയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ MJ ജോബ് അവറുകളെ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, our PDJS District President Aniyappan ji, Parikshit ji, Sarathi, Anjana, all the Sanish, Prasida, all the Karyakartas from the NDA, सबको मैं बहुत बहुत स्वागत करती हूँ. आप सभी का स्वागत करती हूँ. समझ गए? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ എന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. मैं अलेप्पी में मुझे आने के लिए मौका मिला तो मुझे बहुत खुशी हुई कि मुझे अलेप्पी में जाना है, केरला में जाना है, अलेप्पी में जाना है, बिकॉज अलेप्पी इज अ वेरी ब्यूटीफुल प्लेस. ബിജെപിയുടെ ദേശീയ നേതൃത്വം എന്നെ കേരളത്തിലേക്ക് പറഞ്ഞുവിട്ടപ്പോൾ അത് എന്റെ പ്രവർത്തന മേഖല ആലപ്പുഴ ജില്ലയാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷപൂർവ്വമാകുകയായിരുന്നു. लेकिन no doubt Aleppi is wonderful place, beautiful. लेकिन the place, the district, ये थोड़ा डेवलपमेंट में थोड़ा पीछे, because this whole district, this Vidhan Sabha constituency is not in a hand, or I would say not proper person who can do the development for Aleppi. So I am here to request you for Aleppi development, for Vikasit Kerala. We all are here together. ആലപ്പുഴയുടെ പാദപ്രദേശങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭൂമി എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനത്തിൽ ആലപ്പുഴ എന്ന നഗരത്തിന്റെ വികസന മുരടിപ്പ് ഞാൻ കാണുകയുണ്ടായി. ആ വികസന മുരടിപ്പിന്, ആ മാന്ദ്യത്തിന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ
എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികളെ കേരള നിയമസഭയിലേക്ക് പറഞ്ഞിടുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാൻ. I know when I was MP, I was former minister. The way the visionary leadership of our Honorable Prime Minister Narendra Modi ji, his work culture, I know how hard work he is doing for all of us. For 140 crore people, he is fighting every minute for our happiness, for our good governance. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഭരണനിർമ്മാണ സഭയിൽ ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാനുണ്ടായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ സുദൃഢമായ പ്രവർത്തനങ്ങളും എന്നെ ഈ ദേശീയതയുടെ നേതൃത്വത്തിലേക്ക് വളരെ ആകർഷിക്കുകയുണ്ടായി. ഓരോ നിമിഷവും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. In 2014, नरेंद्र मोदी जी पीएम बन गए. उन्होंने तुरंत काम शुरू कर दिया, ओपन बैंक अकाउंट्स to all, rural, urban, everywhere. As a Prime Minister, he did that thing first time for everybody. ആരാധനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ആദ്യമായി എടുത്ത ശ്രദ്ധേയമായ നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യയിലെ പൗരനും തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാൻ അത് ഗ്രാമപ്രദേശങ്ങളിലായിക്കോട്ടെ നഗരപ്രദേശങ്ങളിലായിക്കോട്ടെ മറ്റെവിടെയായിക്കോട്ടെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. That time, unfortunately, our opponent leaders, why I am telling you, I was in parliament. Opponent leaders, वो मजाक करते थे, क्या कर रहे पीएम बैंक अकाउंट ओपन करके, व्हाट इज दिस, क्या करेंगे बैंक अकाउंट ओपन करके, ऐसे मजाक किया. अपोनेंट ने, राहुल गांधी ने, कांग्रेस ने, सबने वो मजाक किया कि वाई दिस ओपनिंग बैंक अकाउंट्स और ऑनरेबल पीएम इज डूइंग, क्यों कर रहे हैं, ऐसे मजाक कर रहे थे वो लोग. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആരാധനായ നരേന്ദ്രമോദിയെ ആ സന്ദർഭത്തിൽ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നരേന്ദ്രമോദി നയങ്ങൾക്കെതിരെ ആക്ഷേപഹാസ്യഭാവത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനന്ന് പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ അതിലേക്ക് നേരിട്ട് വീക്ഷിക്കാനുള്ള സാഹചര്യമുണ്ടായി. 2025, 2026, right now also, sub opponent leaders, their family, all they are doing what? क्या बोलते हैं उसको? गूगल पे. ये कांग्रेस के लोग ज्यादा गूगल पेमेंट कर रहे हैं अभी. यू आर गेटिंग मी? अभी वो तुरंत पैसे भेज रहे हैं बच्चों को पढ़ाई. यू वांट मनी? आई एम सेंडिंग. दे आर टेकिंग द बेनिफिट्स ऑफ दैट स्कीम नाउ. और जब टाइम ओपन कर रहे थे बैंक अकाउंट तो ये हंस रहे थे, बट नाउ റിസൾട്ട് മിൽ रहा है तो they are using. അതിന്റെ ഗുണഭോക്താക്കൾ 2026 നിങ്ങൾക്കറിയാം, എല്ലാ പേയ്മെന്റുകളും കറൻസിയിൽ നിന്ന് മാറി ഡിജിറ്റൽ പേയ്മെന്റായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ കാലഘട്ടത്തിലേക്ക് വരുന്നതിന് മുൻപായി അതിനെ ഹാസ്യഭാവത്തിൽ കണ്ടിരുന്നവർ, ആക്ഷേപിച്ചിരുന്നവർ, അപഹാസ്യമായി പറഞ്ഞിരുന്നവർ അവരെല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്നത് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള പേയ്മെന്റ് സ്ട്രക്ചറാണ്. അതിന്റെ കാരണഭൂതൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന അമാനുഷ്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ये समझो आप लोग कैसे हंसते हैं, बाद में दे आर यूजिंग दैट स्कीम. केरला में हमारा G20 मीटिंग हुआ, बहुत बड़ा मीटिंग, मैं भी थी उसमें, त्रिवेंद्रम में. फॉरेन डेलीगेट्स आए, वो केरला के एक बीच पे वॉक कर रहे थे. नारियल पानी लेना था उनको. नारियल पानी लेने के बाद उन्होंने पैसे दिए. हमारे लोग कुछ युवा आ गए, नारियल पानी लिया, ये फोन पे टिक टिक करके
क्या किया ऐसा? Google Pay. But the foreign delegates are like, wow, my God, on this interior, the beach pay. See the digital payment. India is so chilled. Oh, they are like, India में इतना बदल हो गया, India इतना develop हो गया. Now they are thinking on that. This is our success. ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ ആ ടൂറിസ്റ്റ് മേഖലയുടെ ബീച്ചിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കുവാൻ പോലും ഡിജിറ്റൽ പേയ്മെന്റിന്റെ ആ ഒരു സജ്ജതമായി നിൽക്കുന്ന ചെറിയ ഈ കരിക്ക് വിൽക്കുന്ന കേന്ദ്രത്തിൽ പോലും അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്നവരെ അത് അമ്പരപ്പിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം എത്രത്തോളം താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നു, ഡിജിറ്റൽ പേയ്മെന്റ് പ്രവർത്തനം എത്ര താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ കാരണഭൂതൻ നരേന്ദ്രമോദിയാണ് എന്നുള്ളതിൽ അവർ അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. मेरा आप सबको रिक्वेस्ट है, डेवलपमेंट केरला का डेवलपमेंट करना है तो एनडीए को आपको जिताना होगा. केरल का डेवलपमेंट टूरिज्म सेक्टर में बहुत आगे जाएगा, बहुत आगे जाएगा. आपको पता नहीं है नरेंद्र मोदी जी के मन में क्या है, इसको डेवलप करना है. इंटरनेशनल एयरपोर्ट को और अच्छे से बनाना है. कोची है, त्रिवेंद्रम है और जगह पे. यहाँ पे केरला में हेल्थ सेक्टर में बहुत काम करना है. हमने यहाँ पे बहुत सारा मेडिकल कॉलेज का बजट यहाँ पे दिया है केरला में, लेकिन हमारा सरकार नहीं है तो प्रॉब्लम आते हैं, प्रपोजल नहीं आते. हम डिमांड करते यहाँ पे प्रपोजल देना है. यहाँ का गवर्नमेंट दे डोंट वांट प्रोग्रेस, दे डोंट वांट डेवलपमेंट, दे आर नॉट सेंडिंग द प्रपोजल्स. सो आपका नुकसान आप कर रहे हैं, ये नुकसान मत करो. नेक्स्ट 5 years डेवलपमेंट करना है, आपके लिए नहीं, मेरे लिए नहीं, आपके बच्चों के लिए, आपके भविष्य के लिए करना है. इसीलिए आपको एनडीओ को सपोर्ट करो, साथ करो, आशीर्वाद करो. ഞാൻ കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനാവശ്യമായ ഒരു രൂപരേഖയോ ഒരു റിക്വസ്റ്റോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും എന്റെ ടേബിളിൽ വന്നിട്ടില്ല. മറിച്ച് കേരളത്തിന്റെ വികസനത്തെ കുറിച്ചൊരു ദീർഘവീക്ഷണം, ആ ദീർഘവീക്ഷണം എന്റെ മനസ്സിൽ വരുന്നത് കേരളത്തിലെ ടൂറിസം രംഗത്തും കേരളത്തിലെ എഡ്യൂക്കേഷൻ മേഖലയിലും കേരളത്തിലെ ആരോഗ്യ മേഖലയിലുമാണ്. എൻഡി ഉയർത്ത മുദ്രാവാക്യം വികസനം 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 എന്നതാണ്. നമ്മളെ സമയത്തോളം മതം എന്നല്ല, നമ്മളെ സമയത്തോളം വികസനം 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 ആ ഒരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് എൻഡിയുടെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. करेंगे ना सब लोग? करेंगे? हाथ ऊपर उठा के बोलिए, हाँ करेंगे, सपोर्ट करेंगे. विकसित केरलम के लिए करेंगे, विकसित आलपी के लिए करेंगे. हमको डेवलपमेंट एक शब्द भाषण में नहीं होता है, उसके लिए लीडरशिप चाहिए, उसके लिए हमारा सरकार चाहिए. केरला में जो सरकार है वो कोई योजना यहाँ पे होने नहीं देते, और आए तो भी आपको समझता नहीं है. मोदी जी घर देंगे, प्रधानमंत्री आवास देंगे तो आपको समझेगा ही नहीं है. आयुष्मान योजना यहाँ पे कितने लोगों को पता है? आई डोंट नो. आयुष्मान योजना पता है? एनीबडी? आयुष्मान कार्ड? एनीबडी इज हैविंग आयुष्मान कार्ड? प्लीज आस्क. ആയുഷ്മാൻ യോജന എന്ന പദ്ധതിയെക്കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും അറിവുണ്ടോ? है, हाथ ऊपर उठाओ. कितने लोगों के पास आयुष्मान कार्ड है? वेरी फ्यू. Many of them don't know. Central government is providing a best scheme for them. That is. I will say one thing. Why this state government don't medicate or give information to the local people about the central government projects? Because that's the main problem. yes, because you're right.
they are right. Because they don't want development. They are hiding. See, they are hiding Modi ji. Because you people would know Modi ji, you will support Modi ji. They are hiding Modi ji's work. The central government lot of project is implementing in the government of Kerala. Yes. But the Communist Party, headed by Comrade Pinarayi Vijayan, is hiding the project. Yes. He is very correct. The central government is providing the budget, but the state government is hiding that project. So you have to understand this political. Madam, for your kind information, last one meeting, the Kerala CM, the same way, one gentleman stood up and asked one question. Then he told that you just go and ask him your phone. But the way you presented, that is the face of the BJP, that is the face of the NDA. Comrade Pinarayi Vijayan is not like others. Thank you. No, I know. When I work seriously, some details, I gone through that details also, na? As a member of parliament, we just can't see and okay, no. You have to read, you have to see, you have to take the permissions from the state government also. And if the state government is going to do delay, then who is responsible for that? Modi ji is not responsible for that. Nowadays you are reading newspaper. Please go through the channels. The homoscape channel से ईरान हमको परमिशन देते, अमेरिका परमिशन देते, और राहुल गांधी यहाँ पे आके कंफ्यूजन, ओह माय गॉड, वो नहीं आ रहे, हमारे टैंक नहीं आ रहे, वाई ओनली केरला पीपल को आप डराते हो? ये क्वेश्चन उनको पूछो, आज पूछो जाके, वाई ऐसा कंफ्यूजन राहुल गांधी क्यों करते हैं? वाई? दिस इज माय क्वेश्चन. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ച് അവതരിപ്പിച്ച് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സംസ്ഥാനത്ത് നടപ്പിലാക്കാതിരിക്കുവാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാമോ അത് ഇടതുപക്ഷ സർക്കാരുമായി ചേർന്നുകൊണ്ട് അതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്കും ജനങ്ങളുടെ കയ്യിലേക്കും അത് എത്തിച്ചേരാത്ത ഒരവസ്ഥയാണ്. ആ കൺഫ്യൂഷൻ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. Same time during COVID, when I was there, same time, COVID vaccine बनाने के लिए नरेंद्र मोदी जी ने एक्सपर्ट टीम को बुलाया. एक्सपर्ट टीम बुलाए, साइंटिस्ट, डॉक्टर्स, टॉप मोस्ट डॉक्टर्स. उन्होंने कहा आपको वैक्सीन बनाना है. See, this is the very true story. You should understand. वो सब साइंटिस्ट डॉक्टर बोल रहे हैं कि सर हमको आदत नहीं है वैक्सीन बनाने को, हमको आदत है दूसरे देश से इंपोर्ट करेंगे, लेके आने का, इंपोर्ट करने का. हमको पता नहीं है अभी कैसे करेंगे. दैट टाइम मोदी जी ने बोला आप डरो नहीं, आप वो वैक्सीन बनाने के लिए काम करो. आप लोग सक्सेस नहीं हुआ तो कोई बात नहीं, वो दोष मुझको दो, ब्लेम मी. लेकिन सक्सेसफुल हुआ तो ये इंडिया का, हमारा देश का, हमारे साइंटिस्ट, हमारे डॉक्टर्स का सक्सेस है. आप वैक्सीन बनाओ, बजट पूरा देंगे. और वैक्सीन बन के दिखाया, भारत ने बन के दिखाया, और भारत ने 260 करोड़ वैक्सीन दे के भी दिखाया. ये बादल का भारत राहुल गांधी नहीं बोलते उस पे. राहुल गांधी कंफ्यूज करते, हो बाहर से नहीं लाए, हो क्यों नहीं लाए? वाई? आत्मनिर्भर भारत अच्छा नहीं लगते क्या? वो लाएंगे, वो देश से लाएंगे, फिर बाद में 2 महीने में पहुंचेगा, अलेपी तक आने तक, चरतला तक आने तक, अरूर तक आने तक, फिर 2 महीना और लेट होगा. ये चाहिए क्या? क्यों आत्मनिर्भर भारत नहीं चाहिए हमको? अभी प्रधानमंत्री जी सोलर एनर्जी पे बात कर रहे हैं सिंस लास्ट 5 years. नोबडी इज सीरियस अबाउट दैट. राहुल गांधी जी कभी बोले क्या सोलर एनर्जी पे? और आज कंफ्यूजन करते, वो लाइट नहीं, वो
ऑयल नहीं। आत्मनिर्भर के लिए 70 साल कांग्रेस ने क्या किया, इस पे राहुल गांधी को पूछो, उसको बोलो, उस पे बोले। ये हमारा सवाल है आज एनडीए का। കോവിഡിന്റെ തീവ്രമായ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അടഞ്ഞുകിടന്നപ്പോൾ അതിനൊരു വാക്സിൻ, ഒരു പ്രതിരോധ കുത്തിവയ്പ് കണ്ടെത്തുവാൻ വേണ്ടി ആരാധ്യനായ നരേന്ദ്രമോദി അത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ തനതായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം എന്ന് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരോട്, ഡോക്ടർമാരോട്, അതിൽ വിദഗ്ധരായോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ, ഈ പരീക്ഷണത്തിന് നമ്മൾ നിൽക്കണമോ, അത് ചിലപ്പോൾ പരാജയപ്പെട്ടാലോ. പക്ഷെ ധീരനായ ഒരു രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ നവതന്ത്രജ്ഞൻ എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകണം. പരാജയപ്പെടുന്നുവെങ്കിൽ പരാജയപ്പെടട്ടെ. ആ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചു കയറുവാനുള്ള ഒരു ജനത ഇന്ത്യയിൽ തന്നെ വാർത്തെടുക്കണം. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന കൺസെപ്റ്റിൽ ആ വാക്സിൻ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി 280 കോടി ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള വാക്സിൻ ഇന്ത്യയിൽ തനതായി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റം. അന്ന് ഞാൻ ആ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായ മനോവികാരം എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. ഇത് പരാജയപ്പെടുമോ വിജയിക്കുമോ, പരാജയപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ തലയിലേക്ക് വരുമോ, അല്ല, നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ലീഡർ എന്നുള്ള നിലയിൽ ബഹുമാനനായ നരേന്ദ്രമോദി അത് നടപ്പിലാക്കി പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ അതിലും കുറ്റം കണ്ടുപിടിക്കുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ആവാസ വ്യവസ്ഥയിൽ ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ ഫ്യൂവലിന്റെയും ഇന്ധനത്തിന്റെയും കാര്യക്ഷമമായ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മൂലം നമ്മുടെ ദേശം നേരിടുന്ന പ്രതിസന്ധി ഉണ്ടായാൽ, അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യം നേരിട്ടാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സോളാർ എനർജിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ആ സോളാർ എനർജിയിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഇന്ധനത്തിൽ നിന്ന് സോളാറിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് രാജ്യത്തെ മുന്നേറ്റണം എന്ന ദീർഘവീക്ഷണത്തോട് കണ്ടുകൊണ്ട് അതിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിലും അപാകത കണ്ടുപിടിച്ച ആളാണ് രാഹുൽ ഗാന്ധി. ഇവരുടെ ദേശസ്നേഹമല്ല, ഇവരുടെ കപട ദേശസ്നേഹമാണ്. രാജ്യത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന അഭൂതപൂർവമായ മാറ്റങ്ങളിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നയങ്ങളെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന NDA BJP നേതൃത്വത്തിനെ മുട്ടുകുത്തിക്കുവാൻ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ തനിനിറം വരുന്ന തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ അത് വോട്ടുകളായി കൺവേർട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുവാൻ. मैं रिक्वेस्ट करते, हाथ जोड़ते आपके सामने, ये LDF, UDF, गोल कंफ्यूजन, प्लीज कम आउट ऑफ दैट कंफ्यूजन. डेवलपमेंट एंड डेवलपमेंट, विकसित केरलम के लिए NDA को सपोर्ट करो. हमारे जॉब सर को अभी आपको आशीर्वाद देना है और बाकी का गारंटी लेने के लिए हम सब लोग बैठे हैं. आपका काम करने के लिए, दिल्ली सरकार में काम करने के लिए हम बोलेंगे और इसके लिए हम सबको मिलके अभी पूछना भी है 70 साल में क्या नहीं किया और अभी हमको उसको दिखाना भी है कि यस, बी द पार्ट ऑफ चेंज, डेवलपमेंट. वी नीड दैट चेंज फॉर डेवलपमेंट एंड फॉर अवर विकसित केरलम के लिए आप सब मिलके NDA को जिताओ. तभी मुझे लगेगा कि मुझे LFP में फिर जाना है और काम करना है. NDA സംബന്ധിച്ചോളം കഴിഞ്ഞ 60 വർഷം കഴിഞ്ഞ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിലുണ്ടായിട്ടുള്ള LDF UDF ഭരണത്തിൽ നിന്നും അവരുടെ കമ്മ്യൂണിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ സ്വതന്ത്രരാക്കിക്കൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആ മുദ്രാവാക്യത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ട് എന്റെ പ്രിയ സഹോദരൻ NDA സ്ഥാനാർത്ഥിയായ ശ്രീ MJ ജോബിനെ വിജയത്തിന്റെ പൊന്മുടിയിൽ എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനയാന്വിതനായി അഭ്യർത്ഥിക്കാൻ. അതിന്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ വിജയശ്രീ ലാലിതനായിരിക്കുന്ന എന്റെ സഹോദരന് സ്വീകരണവുമായി ഞാനിവിടെ എത്തിച്ചേരും എന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു. टूरिज्म को बढ़ाना है, हमारे क्वायर इंडस्ट्री को बढ़ाना है, हमारा हेल्थ डिपार्टमेंट के कौन से ज्यादा योजनाएं वो यहाँ पे लाना है और यहाँ पे ये चेंज होगा तो नेक्स्ट 5 years में आपको बिल्कुल समझेगा कि NDA की ताकत और ये प्रोजेक्ट लाने के लिए आपका एक वोट इज इम्पोर्टेंट. एक वोट इम्पोर्टेंट है. महिला हमारे सामने बैठे, महिलाओं के लिए इतना योजना है,
यहाँ पे SHG ग्रुप है क्या? SHG ग्रुप कुछ करते हैं ज्यादा, उसमें काम करते? अभी 2014 के पहले ये दिस इज फॉर ऑल आवर SHG ग्रुप। 2014 के पहले SHG ग्रुप को लोन मिलते थे 4 लाख 5 लाख, उसको बढ़ा के अभी नरेंद्र मोदी जी ने लास्ट ईयर तक 10 लाख किया, लास्ट ईयर अगेन डबल किया, 20 लाख SHG ग्रुप को अभी लोन मिलते हैं। दिस इज द एम्पावरमेंट ऑफ वुमन। ये भाषण नहीं करते, एक्शन लेके काम करते मोदी जी। इसीलिए आप सबको मेरा हाथ जोड़ के रिक्वेस्ट है कि हमारे NDA को जिताएंगे तो इससे और आगे काम करके LFP को बहुत हमको आगे लेके जाना है और इसके लिए हमको आशीर्वाद दीजिए। बहुत बहुत धन्यवाद। थैंक यू सो मच। പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരവസരം NDA സ്ഥാനാർത്ഥി ശ്രീ MJ ജോബിനെ വിജയിപ്പിക്കുവാനായി നിങ്ങൾ അവസരം നൽകിയാൽ, അദ്ദേഹത്തെ ഇവിടുന്ന് MLA ആക്കിയാൽ, അടുത്ത 5 വർഷ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എനിക്ക് സങ്കല്പിക്കാൻ പോലും അക്കത്തിന് ഉപരിയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ബാക്കി സമസ്ത മേഖലകളിലും വികസനത്തിന്റെ ഒരു കുത്തൊഴുക്കായിരിക്കും ഈ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് NDAയുടെ ദേശീയ നേതൃത്വത്തിനോട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തവരുടെ മുഴുവൻ ആശീർവാദവും അനുഗ്രഹവും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ MJ ജോബിന് ഉണ്ടാകണമെന്ന് വിനയന്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവതരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്, ജയ് കേരളം, ജയ് ഭാരത്. തുടർന്ന് സംസാരിക്കുന്നതിന് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PK ബിനോയ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായിട്ടുള്ള ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ, ആലപ്പുഴ നിയോജകമണ്ഡലത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ KP പരീക്ഷിത്, ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഇൻചാർജുമായിട്ടുള്ള ഡോക്ടർ ഭാരതി പ്രവീൺ പവാർജി, നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ MJ ജോബ് ഓർഗൽ, BDJSന്റെ ആദരണീയനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ T അനിപ്പൻ സാർ, NCPയുടെ ആദരണീയനായിട്ടുള്ള ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ശ്രീ PG സുഗുണൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കിഷോർ ബാബു, പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ TK രവിദാക്ഷൻ, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജയലത, മറ്റു വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള പാർട്ടിയുടെ പ്രിയങ്കരായിട്ടുള്ള സഹപ്രവർത്തകർ, മണ്ഡലം അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ സാരഥി, ശ്രീ സനീഷ്, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകര്, ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആലപ്പുഴ നിയോജകമണ്ഡലം കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിശദമായിട്ട് ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും നമുക്കറിയാം, ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹം ഏറെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ വളരെ ദീർഘനാളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അത്തരത്തിൽ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴയുടെ പൊതുരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ MJ ജോബ്. അതുകൊണ്ടൊരു മുഖവുര അദ്ദേഹത്തെ സംബന്ധിച്ച് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ദേശീയ ജനാധിപത്യ സഖ്യം കാണുന്നത് വികസിത കേരളമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ്. മാറാത്തത് ഇനി മാറും, ആലപ്പുഴയും മാറും. വികസിത കേരളം, വികസിത ആലപ്പുഴ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആലപ്പുഴയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആലപ്പുഴ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച്, നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ആലപ്പുഴ പട്ടണത്തെ അല്ലെങ്കിൽ ആലപ്പുഴ
നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് വളരെയേറെ വികസന സാധ്യതകളുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ വേണ്ടി സൂചിപ്പിച്ചതുപോലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ഇന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂറിസം സെക്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ആലപ്പുഴയിലെ ടൂറിസം മേഖല അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വളരെ പ്രതിസന്ധിയിലാണ് പോകുന്നത്. ആലപ്പുഴയുടെ സാമ്പത്തിക അടിത്തറയുടെ അതിന്റെ അസ്ഥിവാരം തീർക്കുന്ന പ്രധാനപ്പെട്ട 2-3 മേഖലകളുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയായിട്ടുള്ള കയർ മേഖല, മറ്റൊന്ന് നമ്മുടെ തീരദേശത്ത് ഏറ്റവും നമുക്കറിയാം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള തീരപ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ്. ഏതാണ്ട് തോട്ടപ്പള്ളി മുതൽ നമ്മുടെ ചാപ്പക്കടവ് വരെയുള്ള ഈ തീരദേശ മേഖല 10,000-കണക്കായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ നല്ലൊരു ശതമാനം ഏരിയയും അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ മേഖലയെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആളുകൾ, അത് നിലവിലുള്ള MLA ആണെങ്കിലും അതിന് മുമ്പിരുന്ന MLA-മാരാണെങ്കിലും ഒക്കെ ഈ ആലപ്പുഴ ജില്ലയുടെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകളായിട്ടുള്ള മത്സ്യബന്ധന മേഖലയാണെങ്കിലും അതുപോലെ തന്നെ കയറിന്റെ രംഗത്താണെങ്കിലും ടൂറിസം മേഖലയിലാണെങ്കിലും ഒക്കെ ആ മേഖലയിൽ അവഗണിച്ചിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകോത്തര നിലവാരമുള്ള ഉണ്ടായിരുന്ന ആലപ്പുഴ, കയറിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ഖ്യാതി ഉണ്ടായിരുന്ന ആലപ്പുഴ ഇത്രയ്ക്ക് പിന്നോക്കാവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ആലപ്പുഴയിലും ആഗ്രഹിക്കുക. കേരളത്തിൽ അത്തരത്തിലൊരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന്റെ കേളികൊട്ട് നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ കഴിയും. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. വലിയ മാറ്റം, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക. 1956 മുതൽ 2026 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഈ 2 മുന്നണി സംവിധാനങ്ങളുടെയും ഭരണത്തിന് കീഴിൽ കേരളത്തിന്റെ സാമ്പത്തിക മേഖല ആകെ തകർന്നടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ കാർഷിക മേഖല, നേരത്തെ അരിയപ്പൻ സാർ ഇവിടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കുട്ടനാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളാണെങ്കിലും ഒക്കെ ഉൽപാദന രംഗത്ത് അല്ലെങ്കിൽ ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കെടുതികൾ വളരെ വലുതാണ്. അപ്പോൾ ഈ മേഖലയിലെല്ലാം ഒരു സമൂലമായിട്ടുള്ള പരിവർത്തനം കൊണ്ടുവരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യം വികസന കേരളം എന്നുള്ള സന്ദേശമാണ് ഉയർത്തിയിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കൺവെൻഷനുകളിലാണെങ്കിലും ചെറിയ ചെറിയ കുടുംബ സദസ്സുകളിലാണെങ്കിലും ഒക്കെ ദേശീയ ജനാധിപത്യ സഖ്യം വികസനത്തെക്കുറിച്ച് പറയുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നത്, ഇവിടുത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടുത്തെ സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യുവാൻ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ, വയോജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ, വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ, അങ്ങനെ സമസ്ത മേഖലയിലും പെട്ടിട്ടുള്ള ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇന്ന് LDF-ലേക്കും UDF-ലേക്കും അല്ല ആളുകൾ മാറുന്നത്. ഓരോ മുന്നണിയിൽ നിൽക്കുന്ന അസംതൃപ്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോട് അസംതൃപ്തരായിട്ടുള്ള ആളുകൾ LDF-ലേക്കോ UDF-ലേക്കോ അല്ല മാറുന്നത്, മറിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കേരളത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്.
അത്തരത്തിലൊരു ചേഞ്ച് ഇന്ന് കേരള സമൂഹത്തിലെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രതിഫലനം നമുക്ക് ഈ ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ നല്ലൊരു ശതമാനം ആളുകളും പരസ്യമായിട്ട് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി വരാൻ തയ്യാറാവുന്നില്ല എങ്കിലും അവർ മനസ്സുകൊണ്ട് ഈ വികസന കാഴ്ചപ്പാടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം നൽകുന്ന വികസന പ്രവർത്തനങ്ങളോട്, ജനക്ഷേമകരമായ പദ്ധതികളോട് താൽപര്യമുള്ള ജനങ്ങൾ, ഈ സർക്കാർ ഈ രാജ്യത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന സാമാന്യ ജനങ്ങളെല്ലാം ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങള് വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ഈ കേരളം, അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക. അത് തീർച്ചയായിട്ടും അതിനുള്ള സമയമാണ് ഏപ്രിൽ 9 എന്ന് പറയുന്നത്. വലിയൊരു മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ഈ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ്. നരേന്ദ്രമോദി പറയുന്നത് പോലെ, നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറയുന്നത് പോലെ, കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുവാനുള്ള സാധ്യതകളിലേക്കാണ് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാകുവാൻ, അത് ആ ഒരു പരിവർത്തനത്തിന് പങ്കാളികളാകുവാനുള്ള ഒരു അവസരമാണ് ഈ ആലപ്പുഴയിലെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളുകൾക്കും സംജാതമായിരിക്കുന്നത്. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, വളരെ വിശദമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഏതാനും ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. ഈ ആലപ്പുഴയിലെ ഓരോ പൗരന്മാർക്കും നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ദീർഘകാലമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് അറിയാം. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അത്തരത്തിൽ സുദീർഘമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, ഇവിടുത്തെ മണ്ണിന്റെയും മനുഷ്യന്റെയും ഗന്ധം തിരിച്ചറിയുവാൻ കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അതിന്റെ സാരഥിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം മാത്രം. തുടർന്ന് സംസാരിക്കുന്നത് NCPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ PG സൂരൻ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകർ, ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ജോബ്, BJPയുടെ ജില്ലാ പ്രസിഡന്റും വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. വളരെ നേരത്തെ ആരംഭിച്ച ഒരു സമ്മേളനമാണ്. ഇനിയും കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഈ സമയമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ MJ ജോബിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്.